അവന്റെ ഭീകരമായ കറുത്ത നെൽ ആ കുടുംബത്തിന്റെ മേൽ പതിച്ചു. അവന്റെ കാലടി ഒച്ചകൾ ശേഖരന്റെ കാതിൽ മുഴങ്ങിക്കിട്ടു. ശേഖരൻ ഭൂമി പിളർക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു, നിക്കടാ അവിടെ. അച്ഛമ്മ ഞങ്ങളോട് പറഞ്ഞാണോ? അയ്യോ മക്കളെ, ഞാൻ നിങ്ങളോടൊന്നും പറഞ്ഞല്ല. ഞാൻ നോവൽ വായിച്ചതാ. ശേഖരന്റെ കുടുംബം ശിഥിലമാക്കാൻ നോക്കിയപ്പോ ശേഖരൻ ഭൂമി പിളർക്ക ശബ്ദത്തിൽ നിക്കടാ അവിടെ എന്ന് പറഞ്ഞ് വായിച്ചതാ അച്ഛമ്മ. അച്ഛമ്മ ഇവിടെ ശേഖരന്റെ കുടുംബം ശിഥിലാവണോ നോക്കിയിരുന്നു. ഇവിടെ നമ്മുടെ കുടുംബം ശിഥിലായിക്കൊണ്ടിരിക്കുക. അതെങ്ങനെയാ നമ്മുടെ കുടുംബം ശിഥിലമാകുന്നു? അച്ഛമ്മയുടെ മരുമോള് കാരണം. മരുമോള് കാരണോ? അവളെന്ത് ചെയ്തു? അച്ഛമ്മ, നമുക്കൊരു പേരൊക്കെ കിട്ടിയാ പോലും ഈ വീട്ടിലുള്ള എല്ലാവരും പങ്കിട്ടല്ലേ കഴിക്കുന്നത്. അതല്ലേ നമ്മുടെ പതിവ്. അത് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചല്ലേ. എന്നാലേ അമ്മ മുട്ടയും പാലും സഞ്ജുവിന് മാത്രം കൊടുത്തു, ഞങ്ങൾക്കൊന്നും തന്നില്ല. അത് നിങ്ങൾ അമ്മയോട് പോയി ചോദിക്കൂ. ഞങ്ങൾ അമ്മയോട് ചോദിച്ചൊക്കെ ചെയ്ത്, പക്ഷെ അമ്മയ്ക്ക് ഭയങ്കര ദേഷ്യം. അതെന്തിനാ ദേഷ്യപ്പെടുന്നു? അമ്മയല്ലേ ഈ വീട്ടിലെല്ലാം വലിയ ആള്. അച്ഛമ്മയ്ക്ക് അമ്മനെ പേടിയില്ലേ? അതെങ്ങനെ ശരിയാവും? ഞാനല്ലേ പ്രായം കൊണ്ട് വലുതും, അതല്ലേ എനിക്കല്ലേ അധികാരം ഈ വീട്ടില്. പിന്നെങ്ങനെ ഞാൻ അവളെ പേടിക്കേണ്ട ആവശ്യം എന്തിനാ? അതുകൊള്ളാലോ. അത് ഞങ്ങൾക്കല്ലേ അറിയുള്ളൂ, അമ്മയ്ക്ക് അറിയില്ലല്ലോ. എന്നാ ഞാൻ അറിയിച്ചു കൊടുക്കാം. ഏറ്റവും മോളെ